പ്രൈസ് ദ ലോർഡ്. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി വെളിപാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാനവും അതേക്കുറിച്ചുള്ള ധ്യാനവുമായിട്ട് പോളണ്ടിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പുമായി ഞാൻ പാത്മോസ് ദ്വീപിൽ, ഗ്രീസിനും തുർക്കിക്കും ഇടയിലുള്ള ഏജിയൻ കടലിലെ നിരവധി ദ്വീപുകളിലൊന്നായ പാത്മോസ് ദ്വീപിൽ എത്തിയിരിക്കുകയാണ്. പാത്മോസ് ദ്വീപിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. അപ്പോസ്തലനായ യോഹന്നാൻ ദൈവവചനത്തെ പ്രതിയും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യത്തെ പ്രതിയും നാട് കടത്തപ്പെട്ട് തടവിലാക്കപ്പെട്ട ഒരു വീട്ടുതടങ്കൽ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ തടവിലാക്കപ്പെട്ട ദ്വീപാണ് പാത്മോസ് ദ്വീപ്. ഗ്രീസ് രാജ്യത്തിൻ്റെ ഭാഗമാണ് ഈ ദ്വീപുകൾ. ഗ്രീക്ക് ഭാഷയാണ് ഇവിടെ സംസാരിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിലാണ് പുതിയ നിയമം എഴുതപ്പെട്ടത്. ജിയോഗ്രഫിക്കലായിട്ട്, ഭൂമിശാസ്ത്രപരമായി പറഞ്ഞാൽ തുർക്കിയോട് അടുത്താണ് കിടക്കണേ. ഇതിൻ്റെ അങ്ങേ കര എന്ന് പറയുന്നത് എഫേസസ് ആണ്. നിരവധി ദ്വീപുകളുണ്ട്. ഞങ്ങൾ പോളണ്ടിൽ നിന്നാണ് ഞാനും എൻ്റെ ഗ്രൂപ്പും വന്നത്. ഇതിനിടയിൽ ഈ ധ്യാനവുമായിട്ട് ബന്ധപ്പെട്ട് ധ്യാനമാണെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ, ദൈവജനത്തെക്കുറിച്ചുള്ള പ്രഘോഷണം കേട്ട് കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്നുള്ളവരൊക്കെ ഈ ഞങ്ങളുടെ കുർബാനയിലും മറ്റൊക്കെ ചേർന്നിരുന്നു. ഈ പോളണ്ടിൽ നിന്ന് എയ്തൻസ്, അത്തീന എന്നാണ് ഇവർ പറയാം, എയ്തൻസിൽ വന്ന് അവിടെ നിന്ന് 1 മണിക്കൂർ യാത്ര ചെയ്ത് തുറമുഖത്തെത്തി. പിറേബൂസ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള തുറമുഖത്ത് അവിടെ നിന്ന് കപ്പലിൽ 8 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് പാത്മോസ് ദ്വീപിലെത്തിയത്. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ പാത്മോസ് ദ്വീപുമായി ബന്ധപ്പെട്ട പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. അപൂർവം ചിലതിൽ ഒരു ആവർത്തനമുണ്ട്. ഇപ്പോൾ പത്മോസിലെ യോഹന്നാനുണ്ടായ വെളിപാട് ആ മലയുടെ അങ്ങവശത്ത്, ഈ മലയുടെ അങ്ങവശത്താണ് ആ ഗുഹയുള്ളത്. ആ ഗുഹയുമായി ബന്ധപ്പെട്ട, ആ ഗുഹയിലാണ് 18 മാസം യോഹന്നാൻ താമസിച്ചത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിലേക്കുള്ള ആ കവാടം, അതിലേക്കുള്ള വഴി, അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. ഒന്ന് പറഞ്ഞത് അത്രയുണ്ട് എനിക്ക് തൃപ്തിയായില്ല. ഞാൻ തന്നെ ഫോൺ പിടിച്ച് റെക്കോർഡ് ചെയ്തതുകൊണ്ട് ഒരല്പം ഒരു അസൗകര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരല്പം തൃപ്തിയാകാത്തത് കൊണ്ട് ഞാൻ ഒന്നുകൂടി അവതരിപ്പിച്ചിരിക്കുകയാണ്. താല്പര്യമുള്ളവർ കേൾക്കുക. സഹനത്തെക്കുറിച്ചുള്ള ഒരു മനോഹരമായ വീക്ഷണം ഞാൻ ആ 2 വീഡിയോയിൽ ഒരല്പം ആവർത്തനമുണ്ടെങ്കിലും ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വെളിപാട് പുസ്തകത്തിൻ്റെ മറ്റൊരു വ്യാഖ്യാനമാണ്. വളരെ പ്രധാനപ്പെട്ട സംഗതി. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ലോകാവസാനത്തെക്കുറിച്ചാണ് വെളിപാട് എന്നാണ്. തീർച്ചയായിട്ടും അതെ. പക്ഷേ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള മനസ്സിലാക്കാൻ നമ്മൾ തിരിച്ചറിയേണ്ടത് വെളിപാട് പുസ്തകം 1:18. യേശുക്രിസ്തു പറയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, ഞാനിപ്പോഴും ജീവിക്കുന്നു, ഉത്ഥാനം ചെയ്യുന്നു. എൻ്റെ കയ്യിൽ മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകളുണ്ട്. ഈ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ യേശുക്രിസ്തു ഏറ്റവും അവസാനത്തെ വചനത്തിൽ പറയുന്നുണ്ട്, 7 നക്ഷത്രങ്ങൾ ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു. 7 നക്ഷത്രങ്ങൾ, അത് 7 സഭാ സമൂഹങ്ങളാണ്. ഇന്ന് നമുക്ക് അറിയാം 7 എന്ന് പറഞ്ഞാൽ അത് പരിപൂർണതയുടെ നമ്പറാണ്. അപ്പോൾ സഭകളുടെ കൂട്ടായ്മയായിരിക്കുന്ന 7 സഭകൾ എന്ന് പറഞ്ഞാൽ സഭകളുടെ പൂർണ്ണത. ആ സഭകളുടെ പൂർണ്ണതയായിരിക്കുന്ന സഭകളുടെ കൂട്ടായ്മയാണ്. അത് ഒരു കൈകളിൽ പിടിച്ചിരിക്കുന്നു. മറുകൈയിൽ മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ. മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോല് ആരുടെ കയ്യിലാണ്? മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്ത യേശുക്രിസ്തുവിൻ്റെ കയ്യിലാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നു, യേശു നരകത്തിലേക്ക് ഇറങ്ങി. എന്തിനാണ് യേശു നരകത്തിലേക്ക് ഇറങ്ങിയത്? അവിടെ ചെന്നിട്ട് എന്താണ് യേശു ചെയ്തത്? നിക്കോദെമസിന്റെ സുവിശേഷം എന്ന പേരിൽ ഒരു അപ്രാമാണിക ഗ്രന്ഥമുണ്ട്. പീലാത്തോസിന്റെ നടപടികൾ എന്നും അതിനെ പറയും. ഈ അപ്രാമാണിക ഗ്രന്ഥത്തിൽ യേശു നരകത്തിൽ ഇറങ്ങി ചെന്നപ്പോൾ അവിടെ ഉണ്ടായ സംഗതികൾ വർണ്ണിച്ചിരിക്കുകയാണ്. തീർച്ചയായും അത് അപ്രാമാണിക ഗ്രന്ഥമാണ്, ബൈബിളിലേക്ക് സ്വീകരിച്ചിട്ടില്ല. എങ്കിലും അതിൻ്റെ ഒരു ഭാവന കലർന്ന വിവരണം അവിടെയുണ്ട്. അതിലേക്ക് ഒരു സൂചന സുവിശേഷങ്ങളിലുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ യേശു ഒരു പിശാച് ബാധിതന്റെ ബാധ ഒഴിപ്പിച്ചു. അപ്പോൾ ഫരിസയരുടെ ചിലർ 2 ആരോപണങ്ങൾ യേശുവിനെതിരെ ഉന്നയിച്ചു. ഒന്ന്, അവൻ പിശാച് ബാധിതനാണ്, യേശു പിശാച് ബാധിതനാണ്. 2, പിശാചുക്കളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് അവൻ പിശാചുക്കളുടെ ബാധ ഒഴിപ്പിക്കുന്നത്. അതിന് മറുപടി പറഞ്ഞ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് യേശു പറഞ്ഞതാണ്, ശക്തനായ ഒരുവൻ തന്റെ ഭവനത്തിന് കാവൽ നിൽക്കുമ്പോൾ അവന്റെ ഭവനം കൊള്ളയടിക്കാൻ കഴിയില്ല. മറിച്ച് അവനെ ബന്ധിച്ചാലോ, അതിശക്തനായവൻ അവനെ ബന്ധിച്ചാലോ അവന്റെ വീട് കൊള്ളയടിക്കാം. ശക്തനായവൻ ആരാണ്? സാത്താൻ. ആ സാത്താനെ കുറിച്ച് ഈ ലോകത്തിന്റെ അധികാരി എന്ന് യേശു 2 പ്രാവശ്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അതിലൊരു സ്ഥലത്ത് പറയുന്നു, 12-ാമത്തെ അധ്യായം 31-32 വാക്യങ്ങൾ,
ഞാൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ ഈ ലോകത്തിന്റെ അധികാരി സാത്താൻ പുറന്തള്ളപ്പെടും. ഞാൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. ഇപ്പോഴും നമ്മുടെ കത്തോലിക്ക ചില വൈദികര് സാത്താനാണ് ലോകത്തിന്റെ അധികാരി എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് നടക്കുന്നുണ്ട്. അവര് യേശു ക്രിസ്തുവിന്റെ കുരിശമരണം ആണ് നിഷേധിക്കുന്നത്. ഞാൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. The ruler of this world will be cast out when I am lifted upon the cross. യേശു കുരിശിൽ ഉയർത്തപ്പെട്ടില്ലേ? അപ്പൊ സാത്താൻ പുറന്തള്ളപ്പെട്ടില്ലേ? എവിടേക്ക് പുറന്തള്ളപ്പെട്ടത്? നരകത്തിലേക്ക്. എന്നിട്ട് യേശു മരിച്ച് നരകത്തിലേക്ക് ചെന്നു. സാത്താനെ നരകത്തിലേക്ക് പുറന്തള്ളി, പിന്നെ നരകത്തിലേക്ക് ചെന്നു. എന്നിട്ട് ആ ശക്തനായവനെ ബന്ധിച്ചു. എന്നിട്ട് അവന്റെ ഭവനം നരകം കൊള്ളയടിച്ചു. തീർന്നില്ല. നരകത്തിന്റെ വാതിലുകൾ തുറന്നിട്ട് മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോലുകൾ യേശു തന്റെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. ഇപ്പോ സാത്താൻ അധികാരമില്ല. അപ്പൊ നമുക്ക് ചോദിക്കാം, ഈ ലോകത്തെ കാണുന്ന തിന്മയും സാത്താന്റെ സംഗതികളൊക്കെയോ? അതിന് സഭാപിതാക്കന്മാർ നൽകിയ വ്യാഖ്യാനം ഇങ്ങനെയാണ്. യേശു സാത്താനെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്, എന്നാലും അവന്റെ കാലും കൈയൊക്കെ കുറച്ച് ഇളക്കാം. അപ്പോ അവന്റെ മരണവെപ്രാളമാണ് ഈ ലോകത്തെ കാണുന്ന തിന്മകള്. സാത്താൻ ഒരു സ്പിരിച്വൽ പവർ ആണല്ലോ, ഒരു ആത്മീയ ശക്തിയാണ്. അതുകൊണ്ട് അതിന്റെ ശക്തിക്ക് മാനുഷിക ശക്തിയേക്കാൾ വളരെ വലിയ സ്വാധീനമുണ്ട്. അപ്പം പിശാചിന്റെ മരണവെപ്രാളമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ലോകത്തെ കാണുന്ന തിന്മകള്. പക്ഷേ മരണത്തിന്, നരകത്തിന്, പിശാചിന് ശക്തിയില്ല. അവനെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ഇനി അപ്പോ ഇത് സംഭവിച്ചത് ഭൂതകാലത്താണ്, യേശുവിന്റെ മരണത്തോടും ഉത്ഥാനത്തോടും ചേർന്ന്. ആ മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും വെളിച്ചത്തിലാണ്, ഞാൻ ഒന്നുകൂടി പറയാ, ആ മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും വെളിച്ചത്തിലാണ്. അത് ഭൂതകാലത്തെ ചരിത്രം സംഭവിച്ചതാണ്. അതിന്റെ വെളിച്ചത്തിലാണ് നമ്മുടെ ഭാവി എന്താണ്? ഇനി ഒരു മാലാഖ മതിയാകും പിശാചിനെ തലയറക്കാൻ. ഇപ്പോൾ നടക്കുന്നത് മില്ലേനിയം എന്ന് പറയുന്ന 1000 വർഷത്തെ ഭരണമാണ്. യേശുവിന്റെ 1000 വർഷത്തെ ഭരണം. രാജാക്കന്മാരുടെ രാജാവ് യേശു, നമ്മൾ രാജാക്കന്മാര്, അതൊക്കെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യേശു തന്നിൽ വിശ്വസിക്കുന്നവരിലൂടെ, തനിക്ക് വേണ്ടി മരിക്കുന്ന രക്തസാക്ഷികളിലൂടെ, ആ രക്തസാക്ഷിത്വം, വരണ്ട രക്തസാക്ഷിത്വം, നനഞ്ഞ രക്തസാക്ഷിത്വം, അങ്ങനെ 2 ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു. ആ രക്തസാക്ഷികളിലൂടെ, വിശുദ്ധരിലൂടെ ഈ ലോകത്തെ ഭരിക്കുകയാണ്. കുരിശിൽ കിടന്നുകൊണ്ട് രാജാധിരാജനായ, രാജാക്കന്മാരുടെ രാജാവായ യേശു ഈ ലോകത്തെ ഭരിക്കുകയാണ്. അതിന്റെ സമാപനത്തില് ഒരു മാലാഖ മതിയാകും പിശാചിനെ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ. അതാണ് ഈ മില്ലേനിയം എന്ന് പറഞ്ഞാൽ, 1000 വർഷത്തെ ഭരണം എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. 1000 എന്ന് പറഞ്ഞ ബൈബിളില് നീണ്ട കാലയളവ് എന്നാണ് അർത്ഥം. ഒരു ദിവസം അവന് 1000 ദിവസം പോലെയും 1000 ദിവസം ഒരു ദിവസം പോലെയുമാണെന്ന് സങ്കീർത്തനം കോട്ട് ചെയ്തുകൊണ്ട് പത്രോസ് പറയുന്നുണ്ടല്ലോ. അപ്പൊ 1000 എന്ന് പറഞ്ഞാൽ കൃത്യം കണക്കിൽ 1000 അല്ല. ബൈബിളില് അത് വലിയൊരു സംഖ്യയാണ്, വലിയൊരു കാലയളവ്. ആ കാലയളവാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. യേശുവാണ് രാജാക്കന്മാരുടെ രാജാവ്. യേശുവിൽ വിശ്വസിക്കുന്നവരിലൂടെ, അവന് വേണ്ടി ജീവിക്കുന്നവരിലൂടെ, അവന് വേണ്ടി മരിക്കുന്നവരിലൂടെ, അതൊക്കെയാണ് സഹനത്തിന്റെയും മരണത്തിന്റെയും അർത്ഥം. ഞാൻ പറഞ്ഞു, ചിലപ്പോൾ കുഞ്ഞുങ്ങൾ മരിക്കാം, ചെറുപ്പക്കാർ മരിക്കാം. അതൊക്കെ ദൈവം നിശ്ചയിക്കുന്നതാണ്. ജീവന്റെ നാഥൻ അവനാണ്, മരണത്തിന്റെ നാഥൻ അവൻ തന്നെയാ. ജീവനൊരു ദൈവം, മരണത്തിന് വേറെ ദൈവമൊന്നും ഇല്ല. ഒറ്റ ദൈവമേ ഉള്ളൂ. ആ മരണത്തിലൂടെ വേണം നമ്മൾ അങ്ങേ ലോകത്തേക്ക് പ്രവേശിക്കാൻ. മരണം എന്ന കൂടെ നീന്തി കടന്നേ അങ്ങേ ലോകത്തെ പ്രവേശിക്കാൻ പറ്റൂ. അങ്ങേ ലോകം ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ ജീവിക്കണേ. ചിലർ നേരത്തെ കർത്താവ് കൊണ്ടുപോകും, ചിലർ വൈകും. അതൊക്കെ ദൈവം നിശ്ചയിക്കുന്നതാ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ ദൈവമാണ്. അത് അംഗീകരിച്ചാൽ എന്തുകൊണ്ട് ചിലർ നേരത്തെ മരിക്കണു, എന്തുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് ചെറുപ്പക്കാർ മരിക്കണു, കുഞ്ഞുങ്ങൾ മരിക്കണു, ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ പ്രസക്തിയേ ഉണ്ടാകില്ല. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ ദൈവമാണ്. ഓരോരുത്തരും ജീവൻ എടുക്കുമ്പോൾ ദൈവം അബ്രാഹാം ഇസഹാക്കിന് ബലി കഴിക്കാൻ കൊണ്ടുപോയി അതേ വേദനയിലൂടെ കടന്നു പോകുമെന്നാണ് ഞാൻ വിചാരിക്കണേ. അതുകൊണ്ട് ഈ എന്തിനാണ് രോഗം? ഞാനൊരു ദൈവിക കാഴ്ചപ്പാടിൽ രോഗത്തെ കാണുന്നത് എന്താണ്? മരണത്തിന്റെ മുന്നാസ്വാദനമാണ് രോഗം. നമ്മൾ മരിക്കുമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് രോഗം. മരണത്തിലൂടെ വേണം നമ്മൾ അടുത്ത ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ. അപ്പോൾ അത് മുൻകൂട്ടി നമ്മളെ അറിയിക്കുകയാണ് രോഗത്തിലൂടെ, ഈ ലോകം നമുക്ക് ശാശ്വതമല്ല എന്ന്. മാത്രമല്ല ദൈവം തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് രോഗം തന്ന്. എന്താണ്? ഇവൻ എന്റെ നാട്ടിലേക്ക് കൊണ്ടുവരണം. മരണം എന്ന പുഴ നീന്തിക്കടന്ന് അവൻ എന്റെ നാട്ടിലേക്ക് കൊണ്ടുവരണം. അതത്ര എളുപ്പമുള്ള സംഗതിയല്ല ദൈവത്തിന്. അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോയപ്പോൾ ഉണ്ടായി അതേ വേദന ദൈവം അനുഭവിക്കുന്നു. അപ്പൊ ദൈവം തന്നെ ഓർമ്മപ്പെടുത്താണ്, ഇവനെ എന്റെ നാട്ടിലേക്ക് കൊണ്ടുവരണം, മരണം എന്ന പുഴയെ കൊണ്ടുവരണം. അത് ദൈവത്തെ ഓർമ്മപ്പെടുത്താനും നമ്മെ ഓർമ്മപ്പെടുത്താനുമാണ് രോഗമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊക്കെ ഒരു നമ്മളെല്ലാം സ്പിരിച്വലൈസ് ചെയ്യലും ചോദിക്കാം, ആയിരിക്കാം. പക്ഷെ ആ സ്പിരിച്വലൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദമില്ലേ, ഒരു ആശ്വാസമില്ലേ, അങ്ങേ ലോകത്തെ പോകാനുള്ള ഒരു മോഹമില്ലേ? ആ മോഹമൊക്കെയാണ് നമുക്ക് വേണ്ടത്. പൗലോസ് ലീഗ ഫിലിപ്പിയർക്കാർക്ക് ഇത് ലേഖനത്തിൽ പറയുന്നുണ്ട്,
മരിച്ച് കർത്താവിനോടൊപ്പം ആയിരിക്കാനാണ് എൻ്റെ മോഹം. ശരീരത്തിൽ തുടരാൻ അവൻ നിശ്ചയിക്കുന്നെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഞാൻ മുമ്പ് പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുക, മുമ്പത്തെ ഒരു വീഡിയോയിൽ. ജീവിക്കുന്നെങ്കിൽ അത് മറ്റുള്ളവർക്ക് വേണ്ടി, മരിക്കുന്നെങ്കിൽ അത് കർത്താവിന് വേണ്ടി. ആവർത്തിക്കട്ടെ, ജീവിക്കുന്നെങ്കിൽ അത് മറ്റുള്ളവർക്ക് വേണ്ടി, മരിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി. കർത്താവിന്റെ കയ്യിലാണ് മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോല്. പിശാചിന് നമ്മുടെ മേൽ ശക്തിയില്ല. പിശാചിന്റെ മരണപ്രാളം കണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഈ ലോകത്തിന് അധികാരി പുറത്താക്കപ്പെട്ട് കഴിഞ്ഞു, അവൻ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി അവന്റെ മരണപ്രാളം കാണിക്കട്ടെ. അതൊന്നും കണ്ടുമ്പോൾ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. രാജാധിരാജനായ രാജാക്കന്മാരുടെ രാജാവ് യേശുക്രിസ്തു, ഭരണാധിപനായ യേശുക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളിലൂടെ, അവരുടെ സഹനത്തിലൂടെ, അവരുടെ മരണത്തിലൂടെ, അവരുടെ രക്തസാക്ഷ്യത്തിലൂടെ ഈ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ ഈ ലോകത്തെ മറ്റ് മതങ്ങളുടെ ആധിപത്യം കണ്ടോ അല്ലെങ്കിൽ അവരുടെ ജനപ്പെരുപ്പം കണ്ടോ ഒന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഒരു മരണവെപ്രാളം മാത്രമായിട്ട് കണ്ടെച്ചാൽ മതി. ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെക്കുന്നവരുടെ രീതിയായിട്ട് കണ്ടാൽ മതി. അത് മതമേ അല്ല, മതങ്ങളെ അല്ല. ഈ ലോകത്തെ പ്രത്യാശ വെക്കുന്ന ഒരു മതമുണ്ടെങ്കിൽ അത് മതമേ അല്ല. എന്റെ രാജ്യം ഐഹികമല്ലെന്നല്ലേ കർത്താവ് പറഞ്ഞത്? എന്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നെങ്കിൽ ഇവിടെ പടവെട്ടാനായിട്ട് എന്റെ എത്ര വ്യൂഹം മാലഖമര അയക്കുമെന്നാണ് യേശു പറഞ്ഞത്. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രത്യാശ എന്ന് പറയുന്നത്, നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഭാവിയാണ്. ഭാവി എന്ന് പറയുന്നതോ യേശുവാണ്. ഭാവി എന്ന് പറയുന്നത് യേശുവാണ്. ഇത് വെളിപ്പെടുത്തിയത് ഈ പത്മോസ് ദ്വീപിൽ വെച്ചിട്ടാണ്. ആ പത്മോസ് ദ്വീപിലെ ഒരു ബീച്ചാണ് ഈ പുറകിൽ കാണുന്നത്. ആ മലകളാണ് നമ്മൾ ഈ പുറകിൽ കാണുന്നത്. ഇവിടെയായിരുന്നു യോഹന്നാൻ 18 മാസം താമസിച്ച് അവന് വെളിപാടുണ്ടായി. ആ വെളിപാട് യുഗാന്തത്തെക്കുറിച്ചാണ്. പക്ഷെ ആ യുഗാന്തം അല്ലെങ്കിൽ ഭാവി എന്ന് പറയുന്നത് ഭൂതകാലത്ത് നടന്ന യേശുവിന്റെ മരണവും ഉത്ഥാനവും സ്വർഗാരോഹണം എന്ന് പറഞ്ഞ ആ ചരിത്ര സംഭവത്തിൽ അടിസ്ഥാനമിട്ടതാണ്. ആ അവന്റെ ഉത്ഥാനം തുടങ്ങി, സ്വർഗാരോഹണം തുടങ്ങി, നിധിയാഗമനം വരെയുള്ള ഈ കാലയളവാണ് രക്ഷയുടെ കാലയളവ്. രക്ഷയുടെ കാലയളവ്. ആ രക്ഷയുടെ കാലയളവിൽ നമുക്ക് ചിലത് ചെയ്യാനുണ്ട്. അതാണ് പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥനയോടും വിറയലോടും കൂടി നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. യു വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രെംബ്ലിംഗ്. പേടിയോടും പിന്നെ വിറയലോടും കൂടെ നിങ്ങൾ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ. യു വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ. നമ്മൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത്? ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു. സഹനം, മരണം, വേദന, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട്, ഇതൊക്കെ നമ്മൾ കുരിശിലേക്ക് അടുപ്പിക്കുകയാണ്. യേശു തൂങ്ങിക്കിടക്കുന്ന കുരിശിലേക്ക് അടുപ്പിക്കുകയാണ്. അവൻ ആ കുരിശിൽ കിടന്നുകൊണ്ട് നമ്മിലൂടെ ഈ ലോകത്തെ ഭരിക്കുകയാണ്. അങ്ങനെ ഈ ലോകത്തെ സുഖപ്പെടുത്താനും ഭരിക്കാനും എന്റെ സഹനം, എന്റെ മരണം കാരണമാകുമെങ്കിൽ ഞാൻ സഹിക്കാനും മരിക്കാനും തയ്യാറാണ്. കൊച്ചുദ്രശ്യ എല്ലാ ദിവസവും എഴുന്നേറ്റപ്പോൾ പറഞ്ഞിരുന്ന പ്രാർത്ഥനയുണ്ട്. ഞാൻ മനസ്സംസാരം തൊട്ട് ഇന്ന് വരെ എല്ലാ ദിവസവും പല പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. കർത്താവേ, നീ എനിക്ക് വേണ്ടി മരിക്കുകയും സഹിക്കുകയും മരിക്കുകയും ചെയ്തു. ഇത് എന്റെ ഊഴമാണ്. ഞാനിതാ നിനക്ക് വേണ്ടി സഹിക്കാനും മരിക്കാനും എഴുന്നേൽക്കുന്നു. കർത്താവേ, നീ എനിക്ക് വേണ്ടി സഹിക്കുകയും മരിക്കുകയും ചെയ്തു. ഇതിപ്പോൾ എന്റെ ഊഴമാണ്. നിനക്ക് വേണ്ടി സഹിക്കാനും മരിക്കാനും ഞാൻ എഴുന്നേൽക്കുന്നു. ഇങ്ങനൊരു ചിന്തയുണ്ടെങ്കിൽ ഒരു സഹനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചോ വേർപാടിനെക്കുറിച്ചോ രോഗത്തെക്കുറിച്ചോ പരാതിപ്പെടാൻ കഴിയില്ലെന്ന് മാത്രമല്ല, നമ്മളത് ആസ്വദിക്കും. എന്റെ അമ്മ എന്നെ പറഞ്ഞിരുന്നത് സഹനങ്ങളുടെ മോൻ, സൺ ഓഫ് സഫറിങ്. പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ ചോക്ലേറ്റ് വായിലിട്ട് ഇങ്ങനെ അലിയിച്ച് തിന്നുന്നത് പോലെയാണ് സഹനത്തെ കണ്ടിരിക്കുന്നത്. അങ്ങനെ കാണണം. ഞാനൊരു എന്നെ പുണ്യപ്പെടുത്തി പറയല്ല, നമുക്ക് സാധിക്കുമെന്ന് കാണിക്കാൻ ഒരു സാക്ഷ്യം പറഞ്ഞത് കണക്കാക്കിയാൽ മതി. ചുരുക്കത്തിൽ ഈ പത്മോസ് ദ്വീപിൽ വെച്ച് വെളിപാട് പുസ്തകത്തിന്റെ അന്തർധാര, അടിസ്ഥാന പ്രമാണം അത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. അത് നിങ്ങളോട് പറയുകയാണ്. നിങ്ങളിത് പരമാവധി മറ്റുള്ളവർ പറയുക. തീർച്ചയായും ക്രൈസ്തവ വീക്ഷണത്തിൽ സഹനത്തിന് വലിയ മൂല്യമുണ്ട്, അർത്ഥമുണ്ട്. നമ്മുടെ സഹനം മറ്റുള്ളവരുടെ സൗഖ്യത്തിനായി, അവരുടെ രക്ഷയ്ക്കായി കർത്താവ് ഉപയോഗപ്പെടുത്തുമെങ്കിൽ സഹനത്തിന് ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്.